കാമുകിയെ വെട്ടിനുറുക്കി ഫ്രിഡ്ജിലാക്കി നാവികസേനാ ഉദ്യോഗസ്ഥൻ. പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് ഡേറ്റിംഗ് ആപ്പിലൂടെ. കൊലപാതകം ഭാര്യ ആ ബന്ധം അറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് ഈ ഞെട്ടിച്ച സംഭവം. നാവികസേനാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചിന്താട രവീന്ദ്ര ഇയാളാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ടത് പുലപ്പള്ളി മൗനിക എന്ന 29-കാരി. ഇന്ത്യൻ നാവികസേന കപ്പലായിട്ടുള്ള INS ദേഗയിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ് 35 വയസ്സുള്ള രവീന്ദ്ര. കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹത്തെ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ രവീന്ദ്രയുടെ ഭാര്യ സ്വന്തം വീട്ടിൽ പോയ സമയത്ത് ഈ കാമുകി മൗനികയെ അയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഉച്ചയോടുകൂടി മൗനിക രവീന്ദ്രയുടെ വീട്ടിലെത്തി. പിന്നീട് രണ്ടുപേരും മണിക്കൂറോളം ചെലവഴിച്ചു. ഇതിനിടയിൽ ചില വാക്കുതർക്കങ്ങൾ. ആ വാക്കുതർക്കങ്ങൾക്കിടയിലാണ് മൗനികയെ ഈ രവീന്ദ്ര കുത്തിക്കൊലപ്പെടുത്തുന്നത്. പിന്നീട് ആ മൃതദേഹം അത് വെട്ടി നുറുക്കി ചില ഭാഗങ്ങൾ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഉപേക്ഷിക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഫ്രിഡ്ജിനുള്ളിൽ കവറിലിട്ട് സൂക്ഷിച്ചത്. 2021 ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി രവീന്ദ്ര ഈ മൗനികയെ പരിചയപ്പെടുന്നത്. പിന്നീട് രണ്ടുപേരും പതിവായി കണ്ടുമുട്ടുമായിരുന്നു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ പ്രണയത്തിലായി എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ 2024 ഈ മൗനികയുമായി പ്രണയം നിലനിൽക്കെ തന്നെ രവീന്ദ്ര മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഈ 2 ആഴ്ച മുമ്പാണ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചത്. അങ്ങനെ കാമുകിയായിട്ടുള്ള മൗനികയ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയ അവസരമായി രവീന്ദ്ര ഈ അവസരത്തെന്നാണ് പോലീസ് പറയുന്നത്. ഈ ശരീരത്തിന്റെ കഷ്ണങ്ങളാക്കിയ ഭാഗങ്ങളിൽ ചിലത് ഒരു ബാഗിലാക്കി ഉപേക്ഷിക്കാൻ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി. അത് കത്തിച്ചു കളഞ്ഞുവെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. ബാക്കിയുള്ള, അതായത് കത്തിക്കാൻ കഴിയാത്ത ബാക്കിയുള്ള ശരീരഭാഗങ്ങളാണ് വീടിനുള്ളിലെ ഫ്രിഡ്ജിൽ ഇയാൾ സൂക്ഷിച്ചത്. ഈ മൃതദേഹം വെട്ടിനുറുക്കുന്നതിനായി ഓൺലൈനിൽ ഒരു കത്തിയും ഇയാൾ ഓർഡർ ചെയ്തു. പിന്നീടപ്പോഴോ താൻ പിടിക്കപ്പെടുമെന്ന് ഉള്ള ഒരു ഉറപ്പ്, ആ തോന്നലിലാണ് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് കീഴടങ്ങുന്നത്. തന്റെ കയ്യിൽ നിന്ന് ഈ മൗനിക എന്ന കാമുകി 3.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും തങ്ങളുടെ ബന്ധം ഭാര്യ അറിയിക്കുമെന്ന് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ തർക്കങ്ങൾ ഇവർക്കിടയിൽ പതിവായിരുന്നു. ഇതാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അയാൾ പോലീസിനോട് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ മൃതദേഹത്തിന്റെ തല അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ കാണാതായിട്ടുള്ള ശരീരഭാഗങ്ങൾ തലയുൾപ്പെടെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിരിക്കുകയാണ്. രവീന്ദ്ര മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തത് മുതലാണ് മൗനികയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഭീഷണികൾ ഉയരുന്നത്. അങ്ങനെയാണ് ഇവർക്കിടയിലുള്ള ബന്ധം അത് വഷളാവുന്നത്. ഇതിൽ മനമെടുത്ത് അങ്ങനെ രവീന്ദ്ര കൊലപാതകം ആസൂത്രണം ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത്. എന്നാലും ഒരു നാവികസേനാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഈ ഞെട്ടിക്കുന്ന അരുംകൊല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.